ഹായ് ഓൾ. ഇന്ന് നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് സ്ക്വയർ എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ സ്ക്വയർ. ഇത് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ഏരിയ ഓഫ് സ്ക്വയർ വിത്ത് സൈഡ് എ എന്താണ്? എ ഇൻറ്റു എ, അതായത് എ സ്ക്വയർ ആണ്. എം ഈക്വൽ ടു എൻ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എം ആണ് നമ്മളുടെ സ്ക്വയർ നമ്പർ എന്ന് പറയും. ഇതിനെ നമ്മൾ സ്ക്വയർ നമ്പർ എന്നാണ് പറയും. എന്നിന്റെ വാല്യൂ 1 ആണ് വിചാരിച്ചാൽ 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിലോ 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ 3 ഇൻറ്റു 3 എത്രയാണ്? 9. അങ്ങനെ ഇവിടെ n ഈക്വൽ ടു 1 ആണെങ്കിൽ എം എന്തായിരിക്കും? 1 ആണ്. n ഈക്വൽ ടു 2 ആണെങ്കിലോ എം 4 ആണ്. n ഈക്വൽ ടു 3 ആണെങ്കിലോ എം 9 ആണ്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് n ഇൻറ്റു n ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ എമ്മിനെ നമുക്ക് എന്ത് പറയാം? സ്ക്വയർ നമ്പർ ആണെന്ന് പറയാം. പിന്നെ നമുക്കൊരു കേസ് നോക്കാം. 4 ഇൻറ്റു 4 എന്താണ്? 16 ആണെന്ന് നമുക്കറിയാം. അതേപോലെ 5 ഇൻറ്റു 5 എന്താണ്? 25 ആണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നമുക്ക് 16ന്റെയും 25ന്റെ ഇടയിൽ നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടുമോ? നോ സ്ക്വയർ നമ്പർ ബിറ്റ്വീൻ 16 ആൻഡ് 25. 16ന്റെയും 25ന്റെ ഇടയിൽ വേറെ സ്ക്വയർ നമ്പർ ഇല്ല. കാരണം എന്താ? Because there is no natural number between 4 and 5. 4ന്റെയും 5ന്റെയും ഇടയിൽ നാച്ചുറൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് 16ന്റെയും 25ന്റെയും ഇടയിൽ നമുക്ക് സ്ക്വയർ നമ്പർ കണ്ടെത്താൻ പറ്റില്ല. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 36 പറഞ്ഞാൽ എന്താ? 6 ഇൻറ്റു 6 ആണ്. അപ്പം നമുക്ക് 25ന്റെയും 36ന്റെയും ഇടയിൽ നമുക്ക് ഇതേപോലെ പറയാൻ പറ്റും. അപ്പൊ ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും എന്ത്? നോ സ്ക്വയർ നമ്പർ ബിറ്റ്വീൻ 25 ആൻഡ് 36 ബിക്കോസ് ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 5 ആൻഡ് 6 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമുക്ക് കുറച്ച് സ്ക്വയർസ് കിട്ടി. എന്തൊക്കെയാണ്? 1, 4, 9, 16, 25, 36, 49 അങ്ങനെ നമുക്ക് സ്ക്വയർസ് കിട്ടി. ഇതിനെ നമ്മൾ എന്ത് പറയും? പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറയും. പെർഫെക്റ്റ് സ്ക്വയർസ്. വൺസ് പ്ലേസ് നോക്കാം. വൺസ് പ്ലേസിൽ എന്തൊക്കെയാ? ഡിജിറ്റ്സ് ഇൻ വൺസ് പ്ലേസ്. വൺസ് പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ് ഉണ്ട്? 1, 4, 9, 6, 5. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ ഡിജിറ്റ്സ് വൺസ് പ്ലേസിൽ വരുന്ന എല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. വി കനോട്ട് say that all numbers ending with the above digits are square numbers. നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ ഡിജിറ്റ്സ് എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. സ്ക്വയർ നമ്പറും അതിന്റെ റൂട്ടും. സ്ക്വയർ നമ്പർ 1 ആണെങ്കിൽ അതിന്റെ റൂട്ട് എന്തായിരിക്കും? 1 ആണ്. പിന്നെ നമുക്ക് 81 എടുക്കാം. 81 സ്ക്വയർ ആയിരുന്ന നമ്പർ പറഞ്ഞാൽ 9 ആണ്. 121 അതിന് 11 ആണ് നമ്മളുടെ നമ്പർ. 11 സ്ക്വയർ ആണ് നമ്മളുടെ 121 എന്ന് പറയുന്നത്. പിന്നെയോ 361 എന്ന് പറഞ്ഞാൽ കിട്ടണമെങ്കിൽ നമുക്ക് 19 ഇൻറ്റു 19 എന്നാണ് 361. പിന്നെ 441 21 അങ്ങനെ നമുക്ക് എഴുതി പോകാൻ പറ്റും. അതായത് ഇഫ് എ നമ്പർ has 1 or 9 in units place, then the square has units place as 1. ഇനി നമുക്ക് അടുത്ത സ്പെഷ്യൽ കേസ് നോക്കാം. സ്ക്വയർ നമ്പർ എന്താണ്? സ്ക്വയർ നമ്പറും നമ്പറും. ആദ്യം നമുക്ക് 16 നോക്കാം. 16 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ് 16. 36 റൂട്ട് പറഞ്ഞാൽ 6 ആണ്.
പിന്നെ 196 റൂട്ട് എന്ന് പറഞ്ഞാൽ 14 ആണ്. പിന്നെ 16 എന്ന് പറഞ്ഞാൽ 256 ആണ്. അങ്ങനെ അങ്ങനെ നമുക്ക് എഴുതി പോവാം. ഇതിൽ നമ്മൾ ജനറൽ ആയിട്ട് കാണുന്നത് എന്താ? ഇഫ് ദ നമ്പർ ഹാസ് 4 or 6 in units place, then the square number will have എന്താണ് 6 in units place. നമ്മളുടെ നമ്പറിൽ 6 or 4 യൂണിറ്റ്സ് പ്ലേസിൽ വരികയാണെങ്കിൽ ആ സ്ക്വയർ നമ്പറിൽ എല്ലാ യൂണിറ്റ്സ് പ്ലേസിലും 6 ആണ് വരിക. ഇതാണ് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ക്വയർ നമ്പേഴ്സ് ക്യാൻ ഹാവ് ഓൺലി ഈവൻ നമ്പർ ഓഫ് സീറോസ്. ഈവൻ നമ്പർ ഓഫ് സീറോസ്. സ്ക്വയർ നമ്പർ ക്യാൻ ഹാവ് ഓൺലി ഈവൻ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് എന്ന് നമുക്ക് പറയാം. അറ്റ് ദ എൻഡ് square numbers can have only even number of zeros at the end. എന്താ പറയുന്നത്? നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 20 ഓഡ് നമ്പർ ഓഫ് സീറോ ആണല്ലോ, ഒരു സീറോ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 20 ഈസ് നോട്ട് എ സ്ക്വയർ നമ്പർ. 20 എന്ന് പറയുന്നത് സ്ക്വയർ നമ്പർ അല്ല. പിന്നെ നമുക്ക് എന്ത് പറയാം? അത് 200 ആയി എടുത്ത് നോക്കാം. 200 സ്ക്വയർ നമ്പർ ആണോ? 2 സീറോ ഉണ്ട്, പക്ഷെ സ്ക്വയർ നമ്പർ അല്ല. അതും നോട്ട് എ സ്ക്വയർ നമ്പർ ആണ്. $400 എടുത്ത് നോക്കാം. 400 2 സീറോ ഉണ്ട്, പക്ഷെ എന്താണ്? സ്ക്വയർ നമ്പർ ആണ്. ഈസ് എ സ്ക്വയർ നമ്പർ. 1600 എടുത്ത് നോക്കാം. അതെന്താ? അതും സ്ക്വയർ നമ്പർ ആണ്. അതായത് ഈവൻ നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ അതിന് സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയാം. ചാൻസ് മാത്രമാണ്, സ്ക്വയർ നമ്പർ ആവണമെന്ന് നിർബന്ധമില്ല. ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണ് എൻഡിലുള്ളതെങ്കിൽ അതിന് സ്ക്വയർ നമ്പർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്പേഴ്സ് ഹൂസ് ഡോട്ട് പാറ്റേൺസ് ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് ട്രയാങ്കിൾസ്. നമുക്ക് ഡോട്ട് പാറ്റേൺസ് ട്രയാങ്കിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് 1 എടുക്കാം. 1 എഴുതാം. പിന്നെ നമുക്ക് 3 പറയാം. 3 ട്രയാങ്കിൾ ആയിട്ട്. പിന്നെന്താ? 2 3 4 5 6 പറയാം. പിന്നെയോ 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ നമുക്ക് എഴുതി പോവാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് 1 ആണ്, പിന്നെ 3 ആണ്, പിന്നെന്താ 6 ആണ്, പിന്നെ 10 ആണ് അല്ലേ? 1 3 6 10 അങ്ങനെ പോകും. അടുത്തെന്താ ഇവിടെ 15 ആ വരാം. 1ഉം 3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 + 3 = 4. 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ ആണ്. 3ഉം 6ഉം ആഡ് ചെയ്യാം. 3ഉം 6ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 9 കിട്ടും. അതെന്താ? 3 സ്ക്വയർ ആണ്. 6ഉം 10ഉം ആഡ് ചെയ്യാം. 6ഉം 10ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അതെന്താണ്? 4 സ്ക്വയർ ആണ്. 10ഉം 15ഉം ആഡ് ചെയ്യാം. 10ഉം 15ഉം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25 കിട്ടും. അതെന്താണ്? 5 സ്ക്വയർ ആണ്. ഇപ്പൊ നമ്മൾ ട്രയാങ്കുലർ നമ്പർ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയേഴ്സ് ഓഫ് എ നമ്പർ കിട്ടും. നമുക്ക് ഏറ്റവും കുറഞ്ഞുള്ള 25 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്കിലും അറിഞ്ഞിരിക്കണം. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ. ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് there are 2n non-perfect square numbers between the squares of the numbers n and n+1. എന്താ പറയുന്നത്? സേ n പറഞ്ഞ നമ്പറും ഉണ്ട്, n+1 പറഞ്ഞ നമ്പറും ഉണ്ട്. അതിൻ്റെ ഇടയിൽ 2n non-perfect സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. n നമുക്ക് ഒരു 2 ആയിട്ട് എടുക്കാം. n+1 എന്തായിരിക്കും? 2 + 1 = 3. n 2ഉം n+1 3ഉം ആണ്. അങ്ങനെയാണ് n സ്ക്വയർ എത്ര ആയിരിക്കും? n സ്ക്വയർ = 4ഉം n+1 സ്ക്വയർ എന്തായിരിക്കും? 9ഉം ആണ് അല്ലേ? 4ഉം 9ഉം. അപ്പൊ അതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 6 7 8. അതിന്റെ ഇടയിൽ 4 നമ്പേഴ്സ് ഉണ്ട്. 4 നമ്പേഴ്സ്. n-ന്റെ ഡബിൾ അല്ലേ 4 എന്ന് പറഞ്ഞാല്? അതായത് 2n നമ്പേഴ്സ്. അത് നമ്മൾ ഏത് നമ്പർ എടുത്താലും അങ്ങനെ തന്നെയാണ് കിട്ടുക. സേ n-ന്റെ വാല്യൂ നമുക്ക് 4 കൊടുക്കാം.
n+1 വാല്യൂ എന്തായിരിക്കും? അപ്പം 5 ആയിരിക്കും. 4n² എന്ന് പറഞ്ഞാൽ 16ഉം n+1² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 25 ആയിരിക്കും. 16 25ന്റെ ഇടയിൽ എത്ര? 17 18 19 20 21 22 23 24 1 2 3 4 5 6 7 8 എന്നിന്റെ വാല്യൂ എത്ര? 4. 4ന്റെ ഡബിൾ ആണ് നമുക്ക് 8 കിട്ടി. അപ്പം ഈക്വൽ ടു 2n നമ്പേഴ്സ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് there are 2n non-perfect square numbers between the squares of the numbers n and n+1. Adding odd numbers ആണ് നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 1 എടുക്കാം. 1 പറഞ്ഞാൽ 1² ആണ്, അത് 1 തന്നെയാണ്. 1+3 എടുക്കാം. 1+3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്, അതായത് 2². അടുത്തെന്താ? 1+3 + 5. 1+3 പറഞ്ഞാൽ 4, 4+5 പറഞ്ഞാൽ 9. 9 എന്ന് പറഞ്ഞാൽ 3². 1+3 + 5 + 7 എന്താണ്? 9 + 7 എന്താണ്? 16 ആണ്, അതെന്താ? 4². അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n². ആദ്യത്തെ n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? n² ആയിരിക്കും. ഇവിടെ 2 നാച്ചുറൽ നമ്പർ ആണ് ഉള്ളത്, അപ്പം 2². ഇവിടെ 4 നാച്ചുറൽ നമ്പർ ആണ്, അവിടെ എന്താ? 4². 4 ഓഡ് നാച്ചുറൽ നമ്പർ, ഏതെങ്കിലും നാച്ചുറൽ നമ്പർ അല്ല, 4 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 4² ആണ്. ഇപ്പൊ ഒരു നമ്പർ സ്ക്വയർ നമ്പർ ആണെങ്കിൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ആയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആയിരിക്കും എന്ത്? ആ സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. നമ്മളുടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ 25 എടുക്കാം. 25 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. 5² ആണ് 25 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 25 - 1 എന്താണ്? 24 ആണ്. 24 - 3 എന്താണ്? 21 ആണ്. 21 - 5 എന്താണ്? 16 ആണ്. 16 - 7 എന്താണ്? 9 ആണ്. 9 - 9 = 0. ഇതൊക്കെ സക്സസീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 3 5 7 9 എന്ന് പറയുന്നതൊക്കെ സക്സസീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ നാച്ചുറൽ നമ്പർ കിട്ടും, നമ്മളുടെ സ്ക്വയർ നമ്പർ കിട്ടും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു നാച്ചുറൽ നമ്പർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സക്സസീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാൻ പറ്റും. Sum of consecutive natural numbers. We can express the square of any odd number as the sum of 2 consecutive positive integers. എന്താ പറയുന്നത്? സ്ക്വയർ ഓഫ് ഓഡ് നമ്പർ 3² ആണ് നമുക്ക് തന്നിട്ടുള്ളത് ചോദിച്ചു. 3² എന്ന് പറഞ്ഞാൽ എന്താ? 9 ആണെന്ന് നമുക്കറിയാം. ഇതിനെ നമുക്ക് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എങ്ങനെയാ? 3² - 1/2 3² + 1/2. 3² - 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 - 1/2. ഇതോ 9 + 1/2. 9 - 1 എന്ന് പറഞ്ഞാൽ 8/2. 8/2 4 ആണ്. 9 + 1/2 എന്ന് പറഞ്ഞാൽ 10/2. അതെന്താ? = 5 ആണ്. അപ്പൊ 4ന്റെയും 5ന്റെയും സമ്മായിട്ട് നമുക്ക് എന്ത് പറയാം? 3² റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ നമുക്ക് എന്ത് പറയാം? 5² നോക്കാം. 5² ആണെങ്കിൽ 25 ആണെന്ന് നമുക്കറിയാം. 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. 5² - 1/2. 5² + 1/2. 5² - 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 25 - 1/2. 25 - 1/2 എന്ന് പറഞ്ഞാൽ 24/2. എന്താ? 24/2, അതായത് 12. 5² + 1/2 പറഞ്ഞാൽ എന്തായിരിക്കും? 25 + 1/2 26/2 എന്താണ്? 13 ആണ്. 12 + 13 എന്ന് പറഞ്ഞാൽ 25 ആണ്. = 12 + 13. സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ നമുക്ക് എന്ത് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ ഓർ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. എ ആണ് നമ്മളുടെ നാച്ചുറൽ നമ്പർ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ a + 1 × a - 1 എന്താണ് നമുക്ക് കിട്ടുക?
എ സ്ക്വയർ മൈനസ് 1 നമുക്ക് കിട്ടും. എ പ്ലസ് 1 ഇൻറ്റു എ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 1 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം, എക്സാമ്പിൾ എടുത്തു നോക്കാം. എ എന്ന് പറയുന്നത് 12 ആണ് വിചാരിച്ചു. അപ്പം 12 പ്ലസ് 1 ഇൻറ്റു 12 മൈനസ് 1 എന്താണ്? 13 ഇൻറ്റു 11. 13 ഇൻറ്റു 11 എന്താണ് നമുക്കറിയാം. 144 മൈനസ് 1. 144 മൈനസ് 1 ഈക്വൽ ടു 143. 13 ഇൻറ്റു 11 ഈക്വൽ ടു 144 മൈനസ് 1 ഈക്വൽ ടു 143. അതെന്താണ്? ഈക്വൽ ടു 12 സ്ക്വയർ മൈനസ് 1. അപ്പം അടുത്തടുത്തുള്ള രണ്ട് ഈവണോ ഓഡോ നമ്പേഴ്സ് തന്നാൽ അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഇടയിലുള്ള നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് 1 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. അടുത്തായിട്ട് നമുക്ക് പാറ്റേൺസ് ആണ് പഠിക്കാനുള്ളത്. 1 സ്ക്വയർ എന്താ? 1 ആണ്. 11 സ്ക്വയർ എന്താ? 121 ആണ്. 111 സ്ക്വയർ എന്തായിരിക്കും? ഇവിടെ 1 2 3 2 1. അതേപോലെ 1111 സ്ക്വയർ എന്തായിരിക്കും? 1 2 3 4 3 2 1. അങ്ങനെ 1111 സ്ക്വയർ എന്തായിരിക്കും? 1 2 3 4 5 4 3 2 1. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതൊരു പാറ്റേൺ പോലെ അല്ലേ? ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? സെൻട്രലിൽ ഹൈ വാല്യൂ, അതിൻ്റെ രണ്ട് ഭാഗത്തേക്കും വാല്യൂസ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. 1 സ്ക്വയർ 11 സ്ക്വയർ 111 സ്ക്വയർ അങ്ങനെ നമ്മൾ ചെയ്തു പോകുമ്പോൾ. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. 7 സ്ക്വയർ ആണ്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 67 സ്ക്വയർ എന്തായിരിക്കും? 4489 എന്നാണ് 67 എന്ന് നമുക്ക് കിട്ടുക. 67 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4489. അപ്പോൾ 667 എന്തായിരിക്കും? 44889. അടുത്ത നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കിയാലോ. 6667 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 4444 വരും, ഇവിടെ 38 വരും. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? 6667 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 44444, ഇവിടെ 888889. ഇങ്ങനെ പോകും. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള പാറ്റേൺ.